ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിലെ 10ാമത്തെ ചാപ്റ്ററിലെ വൈൻഡിങ് അപ്പ് ആൻഡ് ഡിസൊല്യൂഷൻ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആണ്. ഇതിൽ സെക്ഷൻ പറയുന്നത് 71 മുതൽ 74 വരെയും റൂൾസ് പറയുന്നത് 69 മുതൽ 70 വരെയുമാണ്. സെക്ഷൻ 71 വൈൻഡിങ് അപ്പ് ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്, സെക്ഷൻ 72 വൈൻഡിങ് അപ്പ് ഓർഡേഴ്സ് ആൻഡ് അപ്പോയിൻമെൻറ്റ് ഓഫ് ലിക്വിഡേറ്റേഴ്സ്, സെക്ഷൻ 73 പവേഴ്സ് ഓഫ് ലിക്വിഡേറ്റേഴ്സ്, സെക്ഷൻ 74 ഫൈനൽ റിപ്പോർട്ട് ആൻഡ് ക്യാൻസലൈസേഷൻ ഓഫ് രജിസ്ട്രേഷൻ, റൂൾ 69 പ്രൊസീജിയേഴ്സ് ടു ബി അഡോപ്റ്റഡ് ബൈ ലിക്വിഡേറ്റർ, റൂൾ 70 ഡിസ്പോസൽ ഓഫ് റെക്കോർഡ്സ് ഓഫ് എ സൊസൈറ്റി ഓർഡർ ടു ബി വൂണ്ട്. ഇനി കുറച്ച് MCQs നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് സെക്ഷൻ ഓഫ് ദ കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഡീൽ വിത്ത് വൈൻഡിങ് അപ്പ് ഓഫ് സൊസൈറ്റി? താഴെ പറഞ്ഞിരിക്കുന്നവയിൽ ഏത് സെക്ഷനാണ് വൈൻഡിങ് അപ്പ് ഓഫ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടത്? ഓപ്ഷൻ എ സെക്ഷൻ 17, ഓപ്ഷൻ ബി സെക്ഷൻ 72, ഓപ്ഷൻ സി സെക്ഷൻ 74, ഓപ്ഷൻ ഡി സെക്ഷൻ 76. ആൻസർ സെക്ഷൻ 17 ആണ്. Second question, winding up refers to option A starting a society, option B temporarily suspending its activities, option C bringing an end to its operations and settling liabilities, option D changing its name. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഒരു സൊസൈറ്റിയുടെ ഓപ്പറേഷൻസിൽ എൻഡ് വരുത്തിക്കൊണ്ട് അവർക്ക് സെറ്റിൽ ചെയ്യാനുള്ള ലയബിലിറ്റികൾ കൊടുത്തു തീർക്കുന്നു. Question number 3, dissolution means. Option A cancellation of membership, option B merging with another society, option C legal termination of society's existence, option D suspension of its committee. ആൻസർ എന്ന് പറയുന്നത് സി ആണ്, ലീഗൽ ടെർമിനേഷൻ ഓഫ് സൊസൈറ്റീസ് എക്സിസ്റ്റൻസ്. ഡിസൊല്യൂഷൻ്റെ മീനിങ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു സൊസൈറ്റി നിയമപരമായിട്ട് അവസാനിപ്പിക്കുന്നതിനെയാണ് ഡിസൊല്യൂഷൻ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 4, രജിസ്ട്രാർ പവർ ടു ഓർഡർ വൈൻഡിങ് അപ്പ് ഈസ് ഗീവൻ അണ്ടർ. ഓപ്ഷൻ എ സെക്ഷൻ 72 ക്ലോസ് 1, ഓപ്ഷൻ ബി സെക്ഷൻ 73, ഓപ്ഷൻ സി സെക്ഷൻ 71, ഓപ്ഷൻ ഡി സെക്ഷൻ 74A. ആൻസർ ഓപ്ഷൻ എ ആണ്, സെക്ഷൻ 72(1). ക്വസ്റ്റ്യൻ നമ്പർ 5, ഹൂ അപ്പോയിൻറ്റ്സ് ദ ലിക്വിഡേറ്റർ ഇൻ കേസ് ഓഫ് വൈൻഡിങ് അപ്പ്? വൈൻഡിങ് അപ്പ് ടൈമിൽ ലിക്വിഡേറ്ററിനെ ആരാണ് അപ്പോയിൻ്റ് ചെയ്യുന്നത്? ഓപ്ഷൻ എ ഗവൺമെൻറ്, ഓപ്ഷൻ ബി രജിസ്ട്രാർ, ഓപ്ഷൻ സി കോഓപ്പറേറ്റീവ് ട്രിബ്യൂണൽസ്, ഓപ്ഷൻ ഡി ജനറൽ ബോഡി. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, രജിസ്ട്രാർ. Question number 6, which of the following is not a ground for winding up? വൈൻഡിങ് അപ്പിന് കാരണമല്ലാത്തത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ വർക്കിംഗ് അഗെയിൻസ്റ്റ് ആക്ട് പ്രൊവിഷൻസ്, ഓപ്ഷൻ ബി ഇൻസോൾവൻസി, ഓപ്ഷൻ സി നോ കമൻസ്മെൻറ്റ് ഓഫ് വർക്ക് ഇൻ റീസണബിൾ ടൈം, ഓപ്ഷൻ ഡി ഇൻക്രീസ് ഇൻ പ്രോഫിറ്റ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 7, ഫൈനൽ അതോറിറ്റി ടു റിമൂവ് ദ സൊസൈറ്റീസ് നെയിം ഫ്രം ദ രജിസ്റ്റർ. രജിസ്റ്ററിൽ നിന്ന് സൊസൈറ്റിയുടെ നെയിം റിമൂവ് ചെയ്യാനുള്ള അധികാരം ഏത് ഫൈനൽ അതോറിറ്റിക്കാണ്? ഓപ്ഷൻ എ ഗവൺമെൻറ്, ഓപ്ഷൻ ബി രജിസ്ട്രാർ, ഓപ്ഷൻ സി കോഓപ്പറേറ്റീവ് ട്രിബ്യൂണൽസ്, ഓപ്ഷൻ ഡി ഓഡിറ്റർ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, രജിസ്ട്രാർ. ക്വസ്റ്റ്യൻ നമ്പർ 8, ബിഫോർ വൈൻഡിങ് അപ്പ് the registrar usually conduct. Option A enquiry or inspection, option B election, option C audit, option D amalgamation. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, എൻക്വയറി ഓർ ഇൻസ്പെക്ഷൻ. ഒരു സൊസൈറ്റി വൈൻഡിങ് അപ്പ് ചെയ്യുന്നതിന് മുന്നേ രജിസ്ട്രാർ യൂഷ്വലി ചെയ്യാറുള്ള കാര്യമാണ് എൻക്വയറിയും ഇൻസ്പെക്ഷൻ. എൻക്വയറി പറയുന്നത് സെക്ഷൻ 65-ലും ഇൻസ്പെക്ഷൻ പറയുന്നത് സെക്ഷൻ 66-ലുമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 9, ആഫ്റ്റർ വൈൻഡിങ് അപ്പ് ഈസ് ഓർഡർഡ് ദ സൊസൈറ്റി. ഓപ്ഷൻ എ ക്യാൻ സ്റ്റാർട്ട് ന്യൂ ബിസിനസ്, ഓപ്ഷൻ ബി സ്റ്റോപ്പ് ഓൾ ബിസിനസ് എക്സ്പെക്ട് ആസ് റിക്വയർഡ് ഫോർ ലിക്വിഡേഷൻ, ഓപ്ഷൻ സി
കണ്ടിന്യൂസ് നോർമൽ ഓപ്പറേഷൻസ്. ഓപ്ഷൻ ഡി ചേഞ്ചസ് കമ്മിറ്റി. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഒരു വൈൻഡിങ് അപ്പ് ഓർഡർ ആയിക്കഴിഞ്ഞാൽ ആ സൊസൈറ്റി അവരുടെ ബിസിനസ് പ്രവർത്തനങ്ങളെല്ലാം നിർത്തിയിരിക്കണം. ക്വസ്റ്റ്യൻ നമ്പർ 10. ലിക്വിഡേറ്റേഴ്സ് ഡ്യൂട്ടി ഈസ് ടു. ഓപ്ഷൻ എ ഇലക്ട് ദ മാനേജിംഗ് കമ്മിറ്റി. ഓപ്ഷൻ ബി റിക്കവർ ഡ്യൂസ്, സെൽ അസറ്റ്സ്, പേ ലയബിലിറ്റീസ്. സി കണ്ടക്ട് ഇലക്ഷൻസ്. ഡി ഓഡിറ്റ് അക്കൗണ്ട് ഓൺലി. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. റിക്കവർ ഡ്യൂസ്, സെൽ അസറ്റ്സ്, പേ ലയബിലിറ്റീസ്. ക്വസ്റ്റ്യൻ നമ്പർ 11. ലിക്വിഡേറ്റേഴ്സ് അപ്പോയിൻമെൻറ്റ് ഈസ് അണ്ടർ. ഓപ്ഷൻ എ സെക്ഷൻ 72(3). ഓപ്ഷൻ ബി സെക്ഷൻ 74. ഓപ്ഷൻ സി സെക്ഷൻ 70. ഓപ്ഷൻ ഡി റൂൾ 69. ലിക്വിഡേറ്ററിൻ്റെ അപ്പോയിൻമെൻറ്റ് ഏത് സെക്ഷനിലാണ് പറയുന്നത്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. സെക്ഷൻ 72(3). ക്വസ്റ്റ്യൻ നമ്പർ 12. ദ സെയിൽ ഓഫ് അസറ്റ്സ് ബൈ ദ ലിക്വിഡേറ്റർ ക്യാൻ ഇൻക്ലൂഡ്. ലിക്വിഡേറ്റർ ഒരു സൊസൈറ്റിയിൽ അസറ്റ്സിൻ്റെ സെയിൽ നടത്തുമ്പോഴത്തേക്കും അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഓപ്ഷൻ എ മൂവബിൾ പ്രോപ്പർട്ടീസ് ഒള്ളി. ഓപ്ഷൻ ബി ഇമ്മൂവബിൾ ആൻഡ് മൂവബിൾ പ്രോപ്പർട്ടി. ഓപ്ഷൻ സി ക്യാഷ് ഒള്ളി. ഓപ്ഷൻ ഡി ഷെയർസ് ഒള്ളി. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇമ്മൂവബിൾ ആൻഡ് മൂവബിൾ പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ ഇമ്മൂവബിൾ എന്ന് വെച്ചാൽ പ്രോപ്പർട്ടീസൊക്കെ അതിൽ ഉൾപ്പെടും. മൂവബിൾ എന്ന് വെച്ചാൽ ഇപ്പോൾ ഗോൾഡ് അതൊക്കെ മൂവബിൾ പ്രോപ്പർട്ടീസാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 30. രജിസ്ട്രാർ ക്യാൻ ക്യാൻസൽ ദ വൈൻഡിങ് അപ്പ് ഓർഡർ ഇഫ്. രജിസ്ട്രാർക്ക് വൈൻഡിങ് അപ്പ് ഓർഡർ ക്യാൻസൽ ചെയ്യാവുന്നത് എപ്പോഴാണ്? ഓപ്ഷൻ എ സൊസൈറ്റീസ് പൊസിഷൻ ഇംപ്രൂവ്സ്. ഓപ്ഷൻ ബി മെമ്പേഴ്സ് റിക്വസ്റ്റ്. ഓപ്ഷൻ സി ട്രിബ്യൂണൽ ഓർഡേഴ്സ്. ഓപ്ഷൻ ഡി ലിക്വിഡേറ്റേഴ്സ് റിക്വസ്റ്റ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. സൊസൈറ്റീസ് പൊസിഷൻ ഇംപ്രൂവ്സ്. ആ വൈൻഡിങ് അപ്പ് ഓർഡർ ചെയ്യാനിരുന്ന സൊസൈറ്റിയുടെ വളർച്ചയ്ക്ക് എന്തെങ്കിലും ഇംപ്രൂവ്സ് ഉണ്ടാവുകയാണെങ്കിൽ വൈൻഡിങ് അപ്പ് ഓർഡർ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി രജിസ്ട്രാർക്ക് കഴിയും. ക്വസ്റ്റ്യൻ നമ്പർ 40. ലിക്വിഡേറ്റർ മേ ഇൻസ്റ്റിറ്റ്യൂട്ട് ലീഗൽ പ്രൊസീഡിങ്സ് ഇൻ ദ നെയിം ഓഫ്. ഓപ്ഷൻ എ രജിസ്ട്രാർ. ഓപ്ഷൻ ബി സൊസൈറ്റി. ഓപ്ഷൻ സി ഗവൺമെൻറ്. ഓപ്ഷൻ ഡി ട്രിബ്യൂണൽസ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ലിക്വിഡേറ്റേഴ്സ് ലീഗൽ പ്രൊസീഡിങ്സ് ആരുടെ പേരിലാണ് നടത്തുന്നത്? സൊസൈറ്റിയുടെ പേരിലാണ് നടത്തുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 50. ലിക്വിഡേറ്റേഴ്സ് റെമ്യൂണറേഷൻ ഈസ് ഫിക്സഡ് ബൈ. ലിക്വിഡേറ്ററുടെ റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യുന്നത് ആരാണ്? ഓപ്ഷൻ എ ഗവൺമെൻറ്. ഓപ്ഷൻ ബി രജിസ്ട്രാർ. ഓപ്ഷൻ സി സൊസൈറ്റി. ഓപ്ഷൻ ഡി ട്രിബ്യൂണൽസ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. രജിസ്ട്രാർ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 60. ലിക്വിഡേറ്റേഴ്സ് പവേഴ്സ് ആർ പ്രൊവൈഡഡ് അണ്ടർ. ലിക്വിഡേറ്റേഴ്സിൻ്റെ പവേഴ്സിനെ കുറിച്ച് പറയുന്നത്. ഓപ്ഷൻ എ സെക്ഷൻ 72 ക്ലോസ് 4. ഓപ്ഷൻ ബി സെക്ഷൻ 74. ഓപ്ഷൻ സി റൂൾ 67 ക്ലോസ് 3. ഓപ്ഷൻ ഡി റൂൾ 69. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. സെക്ഷൻ 72 ക്ലോസ് 4. ക്വസ്റ്റ്യൻ നമ്പർ 70. പ്രയോറിറ്റി ഇൻ പേയ്മെൻറ്റ് ഡ്യൂറിങ് ലിക്വിഡേഷൻ ഈസ് ഗീവൻ ടു. ലിക്വിഡേഷൻ ടൈമിൽ പ്രയോറിറ്റി കൊടുക്കുന്നത് ആർക്കാണ്? ഓപ്ഷൻ എ മെമ്പേഴ്സ്. ഓപ്ഷൻ ബി ക്രെഡിറ്റേഴ്സ്. ഓപ്ഷൻ സി ഷെയർ ഹോൾഡേഴ്സ്. ഓപ്ഷൻ ഡി ഗവൺമെൻറ് ഓഫീഷ്യൽസ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ക്രെഡിറ്റേഴ്സ്. ക്വസ്റ്റ്യൻ നമ്പർ 80. ലിക്വിഡേറ്റർ സബ്മിറ്റ്സ് ഫൈനൽ റിപ്പോർട്ട് ടു. ലിക്വിഡേറ്റർ ഫൈനൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത് ആർക്കാണ്? ഓപ്ഷൻ എ ഗവൺമെൻറ്. ഓപ്ഷൻ ബി രജിസ്ട്രാർ. ഓപ്ഷൻ സി ട്രിബ്യൂണൽ. ഓപ്ഷൻ ഡി കമ്മിറ്റി. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. രജിസ്ട്രാർക്കാണ് ലിക്വിഡേറ്റർ ഫൈനൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 90. ലിക്വിഡേറ്റർ ആക്ട് ആസ്. ലിക്വിഡേറ്റർ ആരായിട്ടാണ് ആക്ട് ചെയ്യുന്നത്? ഓപ്ഷൻ എ ഓഫീസർ ഓഫ് ഗവൺമെൻറ്. ഓപ്ഷൻ ബി ഏജൻറ് ഓഫ് രജിസ്ട്രാർ. ഓപ്ഷൻ സി മെമ്പർ ഓഫ് സൊസൈറ്റി. ഓപ്ഷൻ ഡി ഓഡിറ്റർ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഏജൻറ് ഓഫ് രജിസ്ട്രാർ. രജിസ്ട്രാറുടെ ഏജൻ്റായിട്ടാണ് ലിക്വിഡേറ്റർ ആക്ട് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 20. ലിക്വിഡേറ്റേഴ്സ് tenure ends when. ഓപ്ഷൻ എ സൊസൈറ്റി ഇലക്ട് ന്യൂ കമ്മിറ്റി. ഓപ്ഷൻ ബി വൈൻഡിങ് അപ്പ് ഈസ് കംപ്ലീറ്റ് ആൻഡ് റിപ്പോർട്ട് ഈസ് അക്സെപ്റ്റഡ്. ഓപ്ഷൻ സി മെമ്പേഴ്സ് റിക്വസ്റ്റ്. ഓപ്ഷൻ ഡി ട്രിബ്യൂണൽസ് ഓർഡർ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. വൈൻഡിങ് അപ്പ് ഈസ് കംപ്ലീറ്റ് ആൻഡ് റിപ്പോർട്ട് ഈസ് അക്സെപ്റ്റഡ്.
ക്വസ്റ്റ്യൻ നമ്പർ 21. വിച്ച് സെക്ഷൻ ഡീൽസ് വിത്ത് ഡിസൊല്യൂഷൻ? ഡിസൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷൻ ഏതാണ്? ഓപ്ഷൻ എ സെക്ഷൻ 74, ഓപ്ഷൻ ബി സെക്ഷൻ 72, ഓപ്ഷൻ സി സെക്ഷൻ 74A, ഓപ്ഷൻ ഡി സെക്ഷൻ 70. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, സെക്ഷൻ 74. ക്വസ്റ്റ്യൻ നമ്പർ 22. ഡിസൊല്യൂഷൻ ഓർഡർ ഈസ് ബേസ്ഡ് ഓൺ. ഓപ്ഷൻ എ ലിക്വിഡേറ്റേഴ്സ് ഫൈനൽ റിപ്പോർട്ട്, ഓപ്ഷൻ ബി ഗവൺമെൻറ് ഡയറക്ഷൻ ഒള്ളി, ഓപ്ഷൻ സി മെമ്പർ റിക്വസ്റ്റ് ഒള്ളി, ഓപ്ഷൻ ഡി ഓഡിറ്റ് റിപ്പോർട്ട്. ഓപ്ഷൻ എ ആണ് ആൻസർ, ലിക്വിഡേറ്റർ ഫൈനൽ റിപ്പോർട്ട്. ലിക്വിഡേറ്റേഴ്സിൻ്റെ ഫൈനൽ റിപ്പോർട്ട്സിന്മേലാണ് ഈ ഡിസൊല്യൂഷൻ ഓർഡർ നടപ്പിലാക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 23. വൈൻഡിങ് അപ്പ് ഓർഡർ ആർ പബ്ലിഷ്ഡ് ഇൻ. ഓപ്ഷൻ എ ഗസറ്റ്, ഓപ്ഷൻ ബി മെമ്പേഴ്സ് രജിസ്റ്റർ ഒള്ളി, ഓപ്ഷൻ സി സൊസൈറ്റീസ് AGM മിനിറ്റ്സ്, ഓപ്ഷൻ ഡി കോപ്പറേറ്റീവ് ജേണൽ ഒള്ളി. ഓപ്ഷൻ എ ആണ് ആൻസർ, ഗസറ്റിലാണ് വൈൻഡിങ് അപ്പ് ഓർഡർ പബ്ലിഷ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 24. ഇഫ് ലൈബിലിറ്റീസ് എക്സീഡ് അസറ്റ്സ് ലിക്വിഡേറ്റർ മേ. ഇപ്പോൾ അസറ്റിനേക്കാൾ കൂടുതലാണ് ലൈബിലിറ്റി എങ്കിൽ ലിക്വിഡേറ്റർ എന്ത് ചെയ്യും? ഓപ്ഷൻ എ ക്ലോസ് കേസ് ഇമ്മീഡിയറ്റ്ലി, ഓപ്ഷൻ ബി റൈറ്റ് ഓഫ് ഡെപ്റ്റ് വിത്ത് രജിസ്ട്രാർസ് അപ്രൂവൽ, ഓപ്ഷൻ സി കണ്ടിന്യൂ ഓപ്പറേഷൻ ഇൻഡെഫിനിറ്റ്ലി, ഓപ്ഷൻ ഡി അപ്പീൽ ടു ട്രിബ്യൂണൽ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, റിട്ടേൺ ഓഫ് ഡെപ്റ്റ് വിത്ത് രജിസ്ട്രാർ അപ്രൂവൽ. രജിസ്ട്രാറിൻ്റെ അപ്രൂവലോടുകൂടി ഡെപ്റ്റ് റിട്ടേൺ ഓഫ് ചെയ്യും. ക്വസ്റ്റ്യൻ നമ്പർ 25. ഇഫ് 3/4 ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി റിക്വസ്റ്റ് ഇൻ റൈറ്റിംഗ് ഫോർ വൈൻഡിങ് അപ്പ് ദ രജിസ്ട്രാർ മേ. ഓപ്ഷൻ എ റിഫ്യൂസ് വിത്തൗട്ട് റീസൺ, ഓപ്ഷൻ ബി ഓർഡർ വൈൻഡിങ് അപ്പ്, ഓപ്ഷൻ സി ഡിസോൾവ് വിത്തൗട്ട് എൻക്വയറി, ഓപ്ഷൻ ഡി മെർജ് വിത്ത് അനദർ സൊസൈറ്റി. ഓപ്ഷൻ ബി ആണ് ആൻസർ, ഓർഡർ വൈൻഡിങ് അപ്പ്. ഇവർ രജിസ്ട്രാർക്ക് റിക്വസ്റ്റ് കൊടുക്കുന്നത് ഇൻ റൈറ്റിങ്ങിലായിരിക്കും.